ചോദ്യം: പള്ളിയിലേക്ക് പ്രവേശിച്ച് ഒരു സ്ഥലത്ത് ഇരുന്ന വ്യക്തി മലമൂത്ര വിസർജനത്തിനോ മറ്റൊരാൾ വിളിച്ചത് കാരണമോ പുറത്തുപോയാൽ അവിടെ മറ്റൊരാൾക്ക് ഇരിക്കാമോ? ഉത്തരം: ഈ വസ്തുത അറിയുന്നവൻ ഇരിക്കാൻ പാടില്ല. അപ്പോൾ നിർവഹിക്കപ്പെടുന്ന നിസ്കാരത്തിന് ആദ്യം ഇരുന്ന സ്ഥലം വിട്ട വ്യക്തിക്ക് തന്നെ അധികാരം നിലനിൽക്കും. ചോദ്യം: ഇരുന്ന് സ്ഥലം വിട്ടത് കുട്ടിയാണെങ്കിലോ? ഉത്തരം: കുട്ടിയാണെങ്കിലും ഒന്നാം സഫാണെങ്കിലും ഇത് തന്നെയാണ് നിയമം. ചോദ്യം: ഇരുന്ന് സ്ഥലം വിട്ടവന്റെ സമ്മതമുണ്ടെങ്കിൽ ഇരുന്നുകൂടെ? ഉത്തരം: അതെ, ഇരിക്കാം. സമ്മതം പോലെ തന്നെ തൃപ്തി ഭാവിച്ചാലും ഇരിക്കാം. ചോദ്യം: നിസ്കാരത്തിന് ഇഖാമത്ത് വിളിച്ചു. ഇരുന്ന് സ്ഥലം വിട്ടവൻ വന്നതുമില്ല. എങ്കിൽ എന്തു ചെയ്യും? ഉത്തരം: അപ്പോൾ അവന്റെ സ്ഥാനത്ത് മറ്റുള്ളവർക്ക് നിന്ന് സ്വഫ് പൂർത്തിയാക്കാം. ചോദ്യം: സ്ഥലം വിട്ടവന്റെ ഷാളോ വിരിപ്പോ അവിടെയുണ്ടെങ്കിലോ? ഉത്തരം: നിലത്ത് നിന്ന് പൊക്കിയെടുക്കാതെ കാലുകൊണ്ട് നീക്കിവെക്കണം. അത് നഷ്ടപ്പെട്ടാൽ ഉത്തരവാദിയാകാതിരിക്കാൻ വേണ്ടിയാണ് നിലത്ത് നിന്ന് പൊക്കിയെടുക്കരുത് എന്ന് പറയാൻ കാരണം. ചോദ്യം: പള്ളിയിൽ വന്ന് ഇരുന്ന് സ്ഥലം വിട്ടവൻ തിരിച്ചു വന്നാലും പ്രസ്തുത സ്ഥലത്തുള്ള അധികാരം നിലനിൽക്കുമെന്ന് പറഞ്ഞത് നിരുപാധികമാണോ? ഉത്തരം: അല്ല, വിട്ടുപിരിയൽ ദീർഘിച്ചില്ലെങ്കിൽ മാത്രമാണ്. ചോദ്യം: പള്ളിയിൽ ഇരുന്ന് കാരണം കൂടാതെ സ്ഥലം വിട്ടാൽ ആ സ്ഥലത്ത് അധികാരമുണ്ടാകുമോ? ഉത്തരം: ഇല്ല, മറ്റുള്ളവർക്ക് ആ സ്ഥലത്ത് നിന്ന് നിസ്കരിക്കാം. ചോദ്യം: നിസ്കാരത്തിന്റെ സമയം പ്രവേശിക്കും മുമ്പ് ഇരുന്ന് സ്ഥലം വിട്ടാലും അവൻ ആ സ്ഥലത്ത് അവകാശം നിലനിൽക്കുമോ? ഉത്തരം: അതെ, നിലനിൽക്കും. സമ്പർക്കം വിച്ഛേദിക്കുമാറ് വിട്ടുപിരിയൽ ദീർഘമാവാൻ പാടില്ല. ചോദ്യം: സുബ്ഹ് നിസ്കാരം കഴിഞ്ഞുപോയി, ഇനി ളുഹ്റിന് വരും. അവന് ആ സ്ഥലം അധികാരമുണ്ടോ? ഉത്തരം: ഇല്ല, സമയം ദീർഘമായല്ലോ. സാധാരണയിൽ നിസ്കാരത്തിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയമായി എണ്ണപ്പെടുന്നതിനേക്കാൾ ദീർഘമാവാൻ പാടില്ല. ചോദ്യം: പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നവൻ ആവശ്യത്തിനു വേണ്ടി പുറത്തു പോയാൽ പ്രസ്തുത സ്ഥലം അധികാരമുണ്ടാകുമോ? ഉത്തരം: ഒരു സമയം നിർണയിച്ച് ഇഅ്തികാഫ് ഇരുന്നവനാണെങ്കിൽ അധികാരം ഉണ്ടാകും, അല്ലെങ്കിൽ ഉണ്ടാവില്ല. ചോദ്യം: പള്ളിയിലെ ഒരു മതപഠന ക്ലാസ്സിൽ ഇരുന്നതിന് ശേഷം സ്ഥലം വിട്ടാൽ പിന്നീട് തിരിച്ചു വന്നാൽ ആ സ്ഥലത്ത് തന്നെ ഇരിക്കാൻ അധികാരമുണ്ടാകുമോ? ഉത്തരം: അതെ, സമ്പർക്കത്തെ വിച്ഛേദിക്കുമാർ വിധം വിട്ടുപിരിയൽ ദീർഘിച്ചിട്ടില്ലെങ്കിൽ ആ സ്ഥലത്തിന്റെ അധികാരം നിലനിൽക്കും. ചോദ്യം: നിസ്കാരത്തിന് സ്വപ്പായി നിൽക്കുമ്പോൾ ചിലർ ഇരുകാലുകളും കൂടുതൽ അകറ്റിവെച്ച് നിൽക്കുന്നത് കാണാം. അങ്ങനെ നിൽക്കൽ സുന്നത്തുണ്ടോ? ഉത്തരം: ഇല്ല, ആ നൃത്തം സുന്നത്തെ നഷ്ടപ്പെടുത്തുന്ന രീതിയാണ്. ഇരുകാലുകൾക്കിടയിൽ ഒരു ചാൺ അകറ്റിവെക്കലാണ് സുന്നത്ത്. ഇമാം അർദവീലി റളിയല്ലാഹു അൻഹുവിൻ്റെ വീക്ഷണത്തിൽ 4 വിരലുകളുടെ അകൽച്ച മതിയെന്നാണ്. അപ്പോൾ ഇരുകാലുകളും സുന്നത്തെ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ മറ്റുള്ളവർക്കുള്ള സ്ഥലം കുറയുന്ന നിലയിൽ നിൽക്കാതിരിക്കാൻ ശ്രമിക്കണം. ഫർളുകൾക്ക് പുറമെ കഴിവിൻ്റെ പരമാവധി സുന്നത്തുകൾ കൊണ്ടുവരാൻ ശ്രമിക്കണം.